നമ്മുടെ പിള്ളേർക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള ഐറ്റംസാണ്. ഹെൽത്തി ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഞങ്ങൾക്ക് ഇങ്ങ് വേണ്ടാന്ന് പറയും. ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കൊടുക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് ഡ്രാഗൺ ചിക്കൻ. ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമേ ഇല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള സൂപ്പറായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇതുണ്ടാക്കാൻ ഞാനൊരു 200 ഗ്രാം ചിക്കൻ ചെറിയ നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്ര ഒരു ബൗളിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു മുട്ട, അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ റെഡിയാക്കി എടുക്കുക ബാറ്റർ. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. എല്ലാ ചിക്കൻ പീസസിലും നന്നായിട്ട് ആവാൻ പാകത്തിന് ഇളക്കി വയ്ക്കുക. ഇനി നമുക്കിത് കുറച്ച് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കണം. ഓയിൽ ചൂടായി അതിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഇതിനൊട്ടും യോജിക്കാത്ത ഓയിലാണ്. തിരിച്ചും മറിച്ചും നന്നായിട്ട് മുരിയിച്ചിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ചിക്കൻ പീസസും മുഴുവൻ വറുത്തെടുക്കണം. അപ്പം നമ്മളെല്ലാ പീസസും വറുത്തെടുത്തു. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് ശകലം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 10-15 കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ 2 ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, ഒരു സവാള എല്ലാം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. ചിക്കനും അതുപോലെയാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കന് നമ്മൾ ഉപ്പ് ചേർത്താണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരുപാട് ഉപ്പിടരുത്, കാരണം സോയാ സോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഉപ്പുള്ള ഐറ്റമാണ്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇടാമല്ലോ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യാം. വെജിറ്റബിൾസിൻ്റെ അളവനുസരിച്ച് സോസിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ആദ്യം ഒന്ന് ഓരോ ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് പിന്നെയാണ് ചേർക്കുന്നത്. അല്ല ഒറ്റയടിക്ക് ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ചെറിയൊരു മധുരം കൂടിയുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു.
ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി നമ്മൾ വഴറ്റണം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇത് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് മക്കൾക്ക് കൊടുത്തു നോക്കൂ. താങ്ക്